ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 6, എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. വേഴ്സ് 16. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. In addition to all, taking up the shield of faith, with which you will be able to extinguish all the flaming arrows of the evil one, all the fiery darts of the evil one. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് extinguishing or cancelling all the fiery darts of the evil one. പിശാചിന്റെ സകല തീയമ്പുകളെയും കെടുത്തിക്കളയുന്ന വിശ്വാസം എന്ന പരിച. ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 2 റെഫറൻസുകളും ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സർവായുധവർഗം ധരിപ്പീൻ എന്നുള്ളൊരു ആഹ്വാനം എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ്. സർവായുധവർഗം ഏതാണ്ട് 7 സർവായുധവർഗമാണ്. സർവായുധവർഗം കംപ്ലീറ്റ് ആം. we need to be armed, we need to put on the armor of God. നമ്മൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. എന്തൊക്കെയാ സർവായുധവർഗം? 7 അവിടെ കൊടുത്തിരിക്കുന്നത്. അരയ്ക്ക് സത്യം, the belt of truth, right? Then നീതി എന്ന the breastplate of righteousness, നീതി എന്ന കവചം. പിന്നെ സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, പ്രിപ്പറേഷൻ ഫോർ ദ ഗോസ്പൽ. അതാണ് നമ്മുടെ ഷൂ. കാലിന് ചെരുപ്പാക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം, ദുഷ്ടന്റെ തീമ്പുകളൊക്കെയും കെടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ദൈവത്തിന് സ്തോത്രം. ദെൻ 3 കൂടെ ഉണ്ട്. രക്ഷ എന്ന ഹെൽമറ്റ്, ശിരസ്ത്രം. ദെൻ ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ കയ്യിലെടുത്തണം. ദൈവവചനം എന്ന വാൾ. പിന്നെ പ്രാർത്ഥന, സകല പ്രാർത്ഥന എന്നുള്ളത്. അങ്ങനെയാണ് 7 എണ്ണമാണ്. അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ സർവായുധ വർഗങ്ങൾ 7 എണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം. അത് പറയുന്നത് ദുഷ്ടന്റെ തീയമ്പുകളെ, തീയമ്പെന്നല്ല കൊടുത്തിരിക്കുന്നേ, തീയമ്പുകൾ എന്നാ കൊടുത്തിരിക്കുന്നേ. പിശാചിന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിച കയ്യിലെടുത്തോളണം. സോ ദ ഫയറി ആരോ എന്നല്ല കൊടുത്തിരിക്കുന്നേ, ഫയറി ആരോസ് ഓഫ് ദ ഡെവിൾ എന്നാ കൊടുത്തിരിക്കുന്നേ. ഒരു ദൈവ പൈതലിന്റെ നേരെ പിശാച് എടുക്കുന്ന ആരോസ് ഉണ്ട്, തൊടുത്തുവിടുന്ന ഫയറി ആരോസ് ഉണ്ട്. ഇല്ലെങ്കിൽ പൗലോസ് ഇത് പറയേണ്ട കാര്യമില്ല. ദൈവസഭയോട് പറയുകയാണ്. നമ്മൾ ഇന്ത്യക്ക് എന്തിനീ ആവശ്യമില്ലാത്ത നെഗറ്റീവ് കാര്യങ്ങൾ പറയണ്ടേ? ഓഫ് കോഴ്സ് ചർച്ചിനോട് പൗലോസ് പറയുകയാണ്, സാത്താന്റെ തീയമ്പുകളുണ്ട്, നിനക്കെതിരെ ഉതിർത്തുവിടുന്ന തീയമ്പുകളുണ്ട്. അതിനെ കെടുത്തിക്കളയുന്ന, അതിനെ പുട്ട് ഓഫ് ചെയ്യുന്ന, അതിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന, അതിനെ ക്യാൻസൽ ചെയ്യുന്ന വിശ്വാസം എന്ന പരിച കയ്യിലെടുത്തുകൊള്ളണം. എന്താ എന്റെ വിശ്വാസം? എന്റെ വിശ്വാസത്തിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. എന്താ എന്റെ വിശ്വാസത്തിന്റെ വ്യക്തിത്വം? യേശുവാണ് എന്റെ വിശ്വാസം. യേശു എന്ന വ്യക്തിത്വമാണ് എന്റെ വിശ്വാസം. ഹല്ലേലൂയ. എന്റെ വിശ്വാസം. പണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഐ ആം യുവർ ഷീൽഡ്, ഞാനാ നിന്റെ പരിച. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വാസം എന്ന പരിചയത്തോണം. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ യേശുവാണ്. Jesus is my faith. He is the author and the finisher of faith. യേശു എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ കർത്താവായിരിക്കുമെന്ന് തന്നെ He himself എന്റെ ഫെയ്ത്ത് ആണ്. ദൈവമാണ് എന്റെ ഫെയ്ത്ത്. എന്റെ ഫെയ്ത്തെല്ലാം ആശ്രയം വെച്ചിരിക്കുന്ന ദൈവത്തിലാണ്. ദൈവമാണ് അതിന്റെ വ്യക്തിത്വം. ഞാൻ ഇതുവരെയും അനുഭവിച്ച അനുഭവങ്ങളല്ല, എൻ്റെ പരിചയ സമ്പത്തല്ല, എൻ്റെ വചനത്തിന്റെ അറിവല്ല. ജീസസ് ഹിംസെൽഫ് ഈസ് മൈ ഫെയ്ത്ത്. അവനാണ് എൻ്റെ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. യേശുവാണ് എൻ്റെ വിശ്വാസത്തിന്റെ പരിച. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തീയമ്പുകളെ തടയുന്നത് എന്നിലെ എൻ്റെ കൂടെയുള്ള എൻ്റെ ദൈവമാണ്.
എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവത്തിന്റെ കരം എനിക്കെതിരെയുള്ള തീയമ്പുകൾ. പൗലോസ് പറയാണ് തീയമ്പുകളുണ്ട്, സാത്താന്റെ തീയമ്പുകൾ. പണ്ടൊക്കെ പൗലോസൊക്കെ ഈ വിഷയം എടുക്കുമ്പം റോമൻ ഒരു മിലിറ്ററി വോർ അല്ലെ, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന വാർസ് ഉണ്ട്, യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയുധമായിരുന്നു ഫയറി ഡാക്സ്. ഒരു കപ്പല് തകർക്കാൻ, ഒരു വീട് തകർക്കാൻ, ഒരു ക്യാമ്പ് തകർക്കാനൊക്കെ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് വിടുമ്പോൾ ആ തീ അമ്പുകൾ ചെന്ന് പതിക്കുന്ന സ്ഥലം ഭയങ്കര എക്സ്പ്ലോഷൻ ഉണ്ടാകും. ഇന്നത്തെ ബോംബിന് പകരമായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് തീയമ്പ്. ഇന്നാണെങ്കിൽ ഇപ്പോഴല്ലേ മറ്റതൊക്കെ കണ്ടുപിടിച്ചേ, പുതിയ പുതിയ സംവിധാനങ്ങളെ കണ്ടുപിടിച്ചേ. പണ്ട് തീയമ്പുകളാ. യാത്ര ചെയ്യുന്ന കപ്പലുകൾ, വാഹനങ്ങൾ, ചില ക്യാമ്പുകൾ, എനിമി സൈറ്റൊക്കെ അവർ തകർത്ത് കളയുന്നത് അതുപോലെ കെമിക്കൽ നിറച്ച തീയമ്പുകൾ വിക്ഷേപിക്കുമ്പോൾ ചെന്ന് ഭയങ്കര തീക്കൂട്ടമായത് മാറും. ആ രീതിയിലേക്ക് അങ്ങനെയൊക്കെയുള്ള യുദ്ധരീതികൾ പണ്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ യുദ്ധരീതികളില്ല. ഇന്ന് അതിന്റെ ആവശ്യമില്ല. കാരണം അതിനെക്കാട്ടും വലിയ സാധനമായി ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. പണ്ട് തീപ്പന്തങ്ങളുണ്ട്. നമ്മളൊക്കെ പന്തം കൊണ്ട് നടന്നിട്ടുള്ളവരാണ് വഴിയാത്രയ്ക്ക് വേണ്ടി, ഇല്ലയോ? വഴി കാണാതെ രാത്രിയിലൊക്കെ പന്തം. ഞാൻ പന്തമൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും പന്തം പിടിച്ചിട്ടുണ്ടോ? തീപ്പന്തം ഞാൻ പന്തം പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പന്തം ഒന്ന് എറിഞ്ഞാൽ ഒരു പക്ഷെ അവിടെ നിൽക്കുന്ന ചില കരിയിലൊക്കെ തീ പിടിക്കുമെന്നല്ലാതെ, അപ്പുറത്തുള്ള അതും കാടുകളെയൊക്കെ തീ പിടിപ്പിക്കാൻ പറ്റും എന്നല്ലാതെ, കെമിക്കൽസ് ഒക്കെ നിറച്ച, ഒരുപാട് വിഷങ്ങളൊക്കെ നിറച്ച, ഒരുപാട് എക്സ്പ്ലോഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ നിറച്ച് ഒരു പന്തം വിടും. അതിനൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വിടുമ്പോൾ അത് ചെന്ന് പതിക്കുന്ന സ്ഥലം തീക്കുണ്ടമായി മാറും, നശിച്ചു പോകും. ഇതുപോലെ സ്തോത്രം, പഴയ കാലത്ത് മുന്നിൽ വന്ന് ആക്രമിക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധരീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്പെയർ, അതുപോലെ കുന്തം, കുന്തം കൊണ്ട് കുത്തുക. അടുത്ത് വന്നിവരെ പട്ടാളക്കാർ തമ്മിൽ ഫേസ് ടു ഫേസ് ആക്രമിക്കാൻ വരുമ്പോൾ അവർ അന്നൊന്നും തോക്കുമൊന്നുമില്ല. അവർ കുന്തങ്ങൾ കൊണ്ട് കുത്തും, വാളുകൊണ്ട് പയറ്റും, കത്തിയെറിയും. ഇങ്ങനെ പല ആയുധങ്ങളുണ്ട് അടുത്തു നിന്ന് ഫൈറ്റ് ചെയ്യാൻ. പക്ഷേ അമ്പ് എപ്പോഴും അടുത്തു നിന്ന് ഫൈറ്റ് ചെയ്യുന്നതല്ല, അകലെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അമ്പുകൾ. ദൂരം നിന്ന് ആംബുഷ് അറ്റാക്ക് പോലെ അറിയപ്പെടാത്ത സ്ഥലത്ത് നിന്ന് ദൂരം നിന്ന് ലക്ഷ്യസ്ഥാനം വെച്ച്, ഉന്നം വെച്ച്, ദൂരേക്കുള്ള സ്ഥലം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കുന്ന രീതി. നമുക്കൊക്കെ അടുത്തു നിന്നുള്ള ആക്രമണങ്ങൾ അറിയാം. നമ്മുടെ തൊട്ടടുത്ത്, വീടിനകത്ത്, നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലത്തൊക്കെ ഫേസ് ടു ഫേസ് അറ്റാക്ക് പലപ്പോഴും നടക്കുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറുന്നവരാണ്. നമുക്കറിയാടാ, ഇത് വല്ലാത്തൊരു സാഹചര്യമാണല്ലോ. ഇന്നലെ വരെ എന്നോട് സന്തോഷകരമായിരുന്നവരും ഇന്ന് എന്നോട് പിറുപിറുക്കുവാണല്ലോ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, പേഴ്സണൽ അറ്റാക്സ്, വളരെ ക്ലോസ് ആയി നിന്ന് അറ്റാക്സ് പലപ്പോഴും പിശാച് ചെയ്യാറുണ്ട്. എന്നാൽ നീ പോലും അറിയാത്തിടത്ത് നിന്ന്, ലോങ് ഫാർ അവയിൽ നിന്ന്, ആംബുഷ് അറ്റാക്ക് പോലെ അൺനോൺ സോഴ്സിൽ നിന്ന് നിന്റെ കുടുംബം ടാർഗറ്റ് ചെയ്ത്, നിന്റെ ജോലി ടാർഗറ്റ് ചെയ്ത്, നിന്റെ ഡെസ്റ്റിനി ടാർഗറ്റ് ചെയ്ത് ഏത് വിടുന്ന അമ്പുകളുണ്ട്. അതിനെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിഷയം എടുക്കാൻ കാരണം ഒരു പ്രസംഗം അവതരിപ്പിക്കാനല്ല. ഈ പകൽ നിങ്ങളോട് പ്രസംഗിക്കുമ്പം തന്നെ ഒരു വലിയ ദൈവിക വിടുതൽ ഞാൻ ഈ ശുശ്രൂഷയിൽ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. വചനം അയച്ചു വിട്ടിരിക്കുന്ന ദൈവത്തെ എനിക്ക് നന്നായി പരിചയമുണ്ട്. അവർ വചനം അയച്ചു വിട്ടിരിക്കുന്നു. I believe in the power of the spoken word of God. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനിപ്പോ ഒരാളൊന്ന് കൈവെക്കണമെന്നില്ല. ഞാൻ പ്രസംഗിക്കുന്ന വചനം ക്രിയേറ്റീവാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വചനമാണ്, ജീവന്റെ വചനമാണ്. ഈ കർത്താവിന്റെ വചനം എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ എക്സ്പെക്ടേഷനിലാണ് ഈ വചനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശുശ്രൂഷ അനുഭവത്തിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ മാത്രം പോയിന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, തീയമ്പുകളെ ജയിക്കണം. സാത്താന്റെ തീയമ്പുകളെ ജയിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ആയിരിക്കുന്നു എന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ദ മെഷർ ഓഫ് യുവർ ഫെയ്ത്ത്. ക്രിസ്തു നിങ്ങളിൽ എത്രമാത്രം രൂപപ്പെട്ടെന്നോ എത്രമാത്രം വലുതായിരിക്കുന്നു എന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇറ്റ്സ് എ സ്ട്രോങ് വേർഡ്. ഐ സഫർ ദ ലേബർ പെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പ്രസവ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ലേബർ പെയിൻ.
Until the Christ is formed in you. ക്രിസ്തു നിങ്ങളിൽ രൂപമാകുന്നിടത്തോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. I think Galatians 4:19 എന്ന് പറയുന്നു, I labor in pain till Christ is well formed in you. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നിടത്തോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളൊക്കെ കർത്താവുള്ളവരാ, വിശ്വാസമുള്ളവരാ, ദൈവമുള്ളവരാ, ദൈവത്തെ സ്നേഹിക്കുന്നവരാ. പക്ഷേ എത്രമാത്രം ദൈവം നിന്റെ ജീവിതത്തിൽ വലിയവനാ. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ജഡമാ ദൈവത്തെക്കാട്ടിൽ വലുത്. നമ്മുടെ അഹങ്കാരമാ ദൈവത്തെക്കാട്ടിൽ വലുത്. നമ്മുടെ സ്ഥാനമാ ദൈവത്തെക്കാട്ടിൽ വലുത്. നമ്മുടെ പേരാ ദൈവത്തെക്കാട്ടിൽ വലുത്. നമ്മുടെ പാരമ്പര്യമാ ദൈവത്തെക്കാട്ടിൽ വലുത്. യോഹന്നാൻ പറഞ്ഞതുപോലെ, സ്നാപകയോഹന്നാൻ പറഞ്ഞതുപോലെ ആകട്ടെ, ഞാനോ കുറയണം, അവനോ വളരണം. അതാ സാക്ഷ്യം. യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നെ നോക്കുന്ന ശത്രു കാണുന്നത് നിന്നെയല്ല, നിന്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന യേശുവിനെയാ. ആ ഉയർന്നു നിൽക്കുന്ന കർത്താവിൽ മറയപ്പെടുന്ന ജീവിതമാ ക്രിസ്തീയ ജീവിതം. അങ്ങനെ മറയപ്പെടുമ്പോൾ നിനക്ക് ഫിയർ ചെയ്യാൻ ഒന്നുമില്ലെന്നേ. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഫേസിങ് യുവർ ബാറ്റിൽ. ക്രിസ്തുവാ നിന്റെ ബാറ്റിൽ ഫേസ് ചെയ്യുന്നതും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും. നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. You are hidden in Christ because നിന്റെ ജീവിതം മുഴുവനും ദൈവമാണ്. I'm serving a big God. എത്ര പേരോട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യും, I'm serving a big God. ഞാൻ എപ്പോഴും പറയാറുണ്ട്, big God. ഞാൻ സേവിക്കുന്ന ഒരു കൊച്ചു ദൈവത്തെ അല്ല. Hallelujah. I'm serving a very big God. Big God. Hallelujah. Hallelujah. സാധാരണ ദേവനെയല്ല ഞാൻ സേവിക്കുന്നത്. ആമേൻ, ആമേൻ. ഞാൻ സേവിക്കുന്നത് വലിയ ദൈവത്തെയാണ്. എൻ്റെ ദൈവം ഉന്നതനാണ്. എൻ്റെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രതികൂലങ്ങളെക്കാട്ടിലും വലിയവനാണ്. എൻ്റെ പർവ്വതങ്ങളെക്കാട്ടിലും വലിയവനാണ്. എൻ്റെ രോഗത്തെക്കാട്ടിലും വലിയവനാണ്. എൻ്റെ പാരമ്പര്യത്തിന്റെ ശാപങ്ങളെക്കാട്ടിലും വലിയവനാണ്. എൻ്റെ പാപത്തിന്റെ സൈസ് ഞാൻ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ആമേൻ. എൻ്റെ ദൈവത്തിന്റെ കൃപ അതിനും വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മകൾ ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല. പണ്ട് ശലോമോൻ ഇങ്ങനെ പറഞ്ഞു, ആകാശത്തിലും സ്വർഗവും സ്വർഗാദി സ്വർഗത്തിലും നീ ഒതുങ്ങുന്നവനല്ലോ. നിന്റെ ആർക്കും അവിടെ പോലും ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ അത്ര വലിയ ദൈവമാണ്. ഈ വലിയ ദൈവമാണ് നിന്റെ ദൈവം. ഇന്ന് മകൻ നിന്റെ കൊച്ചു ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നീ തളർന്നു പോകരുത്. See the big God in your life. Hallelujah. നീ കാണേണ്ടത് not the size of your headache, not the size of your challenge, not the size of your problem. നിന്റെ പ്രശ്നത്തിന്റെ സൈസിന്റെ വലിപ്പവും അതിന്റെ മെഷർമെന്റ് എടുക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. I mean, see the size of your big God. നിന്റെ ജീവിതത്തിലെ വലിയ ദൈവത്തിന്റെ മഹത്വം വലിമ അറിയണം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എത്രമാത്രം ദൈവം എൻ്റെ ജീവിതത്തിൽ വളർന്നിട്ടുണ്ട്. വളരുന്ന കുഞ്ഞിനെ നോക്കി അമ്മമാരും അപ്പന്മാരും നോക്കി, എൻ്റെ കുഞ്ഞ് വളർന്നു, എത്രമാത്രം വളർന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അല്ല വളരേണ്ടത്, യേശു നമ്മളിൽ വളരട്ടെ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് പറയും, ക്രിസ്തുവിൽ നമ്മൾ വളരണം. ഒരു ക്രിസ്തീയ വളർച്ച നമ്മളിൽ ഉണ്ടാകണം. ആ വളർച്ചയാണ് നമ്മളെ പലതിലേക്ക് നയിക്കുന്നത്. സോ പിശാചിന് തീയമ്പുകളുണ്ട്, ശ്രദ്ധിക്കണമേ. ഐ ജസ്റ്റ് വാണ്ട് ടു പോയിന്റ് ഔട്ട്. പൗലോസ് പറയുന്നതുകൊണ്ട്, പ്ലൂറലായിട്ട് ആ വർക്ക് പറയുന്നതുകൊണ്ട്, ദർ ആർ നോട്ട് ജസ്റ്റ് ആരോ, നോട്ട് ജസ്റ്റ് ഡാർട്ട്, ബട്ട് ദർ ആർ ഡാർട്ട്സ് ആൻഡ് ആരോസ്. തീപന്തങ്ങളുണ്ട്, അസ്ത്രങ്ങളുണ്ട്. ഹല്ലേലൂയ. 3 രീതി ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രദ്ധിക്കണമേ. ഞാനിത് പറയുന്നത് ജസ്റ്റ് ആൻ എക്സ്പോസിംഗ് എനിമീസ് സീക്രട്ട് ക്യാമ്പ്. പിശാചിന് പ്രത്യേകതയുണ്ട്. അവൻ്റെ രഹസ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവന് നിലനിൽപ്പില്ല. നിന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും ഒരു രഹസ്യം നീക്കാൻ സാധാരണ അത് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ വാർഫെയർ എന്ന് പറയുന്ന ഒരു സീരീസ് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾ ആമീൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനൊരു വലിയ വിടുതൽ പ്രതീക്ഷിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ ഡെസ്റ്റിനിക്കെതിരെയും നിന്റെ കുടുംബജീവിതത്തിനെതിരെയും നിന്റെ ജോലിക്കെതിരെയും നിന്റെ ആരോഗ്യത്തിനെതിരെയൊക്കെയുള്ള ഹല്ലേലൂയ അസ്ത്രങ്ങളുണ്ട്. നീ അത് വിശ്വസിക്കണം. നിനക്കതിൽ നല്ല വിടുതൽ വേണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. The number one arrow, I just want to point out the arrows that the enemy, hallelujah, sending into your life.
നിന്റെ ജീവിതത്തിലെ പല ഏരിയയും ടാർഗറ്റ് ചെയ്ത് പിശാച് തൊടുത്തുവിടുന്ന ചില ആരോസിന്റെ പേര് മാത്രം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞു, എന്താ പൗലോസ് പറയുന്നേ? വിശ്വാസത്തിന്റെ പരിചയ കയ്യിലെടുക്കണം. എന്തിനാ? ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിക്കാമോ ആ വാക്യം ഒന്നുകൂടെ? 16 വേഴ്സ്, എഫേഷ്യൻ 16 അല്ലേ? 6:16 റൈറ്റ്. വായിച്ചേ. Come on. In addition to all this, take up the shield of faith. Take up the shield of faith, with which you can extinguish all the flaming arrows. See, all the flaming arrows. അത് plural ആണ്, ഒന്നല്ല. All the flaming arrows of the evil one. പിശാചിന്റെ all the flaming arrows. Number one, hallelujah, arrow of death, മരണത്തിന്റെ അസ്ത്രം. സൈത്താൻ ആദ്യം തൊടുത്തുവിടുന്ന ഡയറക്റ്റ് പിശാചിന്റെ അറ്റാക്ക്. ഞാൻ പറഞ്ഞ ആരോ വരുന്നത് അടുത്തു നിന്നല്ല, അൺഎക്സ്പെക്ടഡ് അൺനോൺ സോഴ്സിൽ നിന്നാണ്. ലൈക്ക് ആൻ ആംബുഷ് അറ്റാക്ക്. അൺഎക്സ്പെക്ടഡ് ടൈമിൽ ഒരു വ്യക്തിയെ തകർത്ത് കളയാൻ ടാർഗറ്റഡ് ആണ്. ശ്രദ്ധിക്കണമേ, ഞാൻ ചുമ്മാതെ വിളിച്ചു പറയുകയല്ല. ഓരോ ഞായറാഴ്ചയിലും ദൈവം ഹൃദയത്തിൽ തരുന്ന ആലോചന പോലെ വിളിച്ചു പറയുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ആമേൻ. ഇന്ന് ജയമെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അടക്കമുള്ള വ്യക്തിക്ക് ഇന്ന് ഈ വചനം എനിക്കും വിടുതലാകേണ്ടതിന് എന്നെ സമർപ്പിക്കുകയാണ്. ഒന്നാമത് പിശാച് അയക്കുന്ന അസ്ത്രം, അവന്റെ ആരോ എന്ന് പറയുന്നത് മരണത്തിന്റെ അസ്ത്രമാണ്. ശ്രദ്ധിക്കണം, മരണത്തിന്റെ അസ്ത്രം. വായിക്കണം എന്നോടുകൂടെ ചേർന്ന് സങ്കീർത്തനം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമ്മൾ 12:30-ക്കാണ് യോഗം തീർക്കുന്നത്. എന്നാൽ ഇന്ന് എന്റെ ഒരു 10-25 മിനിറ്റ് പോയി. അതുകൊണ്ട് 1 മണി വരെയും സ്തോത്രം പറഞ്ഞ് എല്ലാവരും ഇരിക്കണം. ഹല്ലേലൂയ, കം ഓൺ, ആമേൻ. സങ്കീർത്തനം Psalm 7:13 വായിച്ചേ. ഒരാൾ ശരിക്കും വായിച്ച് 2-3 പേര് ഒരുമിച്ച് വായിക്കല്ല, എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഒന്നുകൂടെ. അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു, തന്റെ ശരങ്ങളെ തീയമ്പകളാക്കി തീർത്തിരിക്കുന്നു. മരണാസ്ത്രം വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 18 മുതൽ 22 വരെ ഞാൻ സ്റ്റോറി പറഞ്ഞു പോകാൻ സമയമില്ല വായിപ്പിക്കാൻ. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. 2 Kings chapter 4 verse 18 through 22. ശൂനേംകാരത്തിയുടെ മകൻ അല്ലേ? ദിവസം പറയുന്നത് എലീഷ ഒരു മകനെ ജീവിപ്പിക്കുന്നുണ്ട്, മരിച്ചുപോയി. ആ കൊച്ചു മരിക്കുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ തല. അയച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്റെ തല ഇതാ കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചിനെ എടുത്തോണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. ഈ കൊച്ചു എന്താ എന്റെ തല എന്ന് പറഞ്ഞ് നടക്കുന്നത്. മൈ ഹെഡ്. ഇതാ കൊച്ചു പറയുക. കൊച്ചിന്റെ എടുത്ത് അമ്മയുടെ മടി കൊണ്ടിരുത്തപ്പോ അമ്മയുടെ മടി കിടന്ന് കൊച്ചങ്ങ് മരിച്ചു. അൺഎക്സ്പെക്ടഡ്, വേറെ ഒരു രോഗമില്ല, ഒന്നുമില്ല. കൊച്ചു പറഞ്ഞു എന്റെ തല, മൈ ഹെഡ്. ആ കൊച്ചിന് ബാക്കി പറയാൻ അറിയത്തില്ല. എന്റെ തല എന്ന് പറഞ്ഞ് ആരോ ആ കൊച്ചിന്റെ അമ്മയുടെ മടിയിൽ ആ കൊച്ചിനെ കൊണ്ടിരുത്തി. അമ്മയുടെ മടിയിൽ വെച്ച് ആ കുഞ്ഞ് മരിച്ചുപോയി. വേഗത്തിൽ ശൂന്യംകാരത്തി ആമീൻ ഏലിശയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ട ആളിനെ ഏലിശ വന്ന് സ്തോത്രം ആ കുഞ്ഞിനെ ജീവിപ്പിച്ച ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു രോഗത്തിന്റെ ലക്ഷണവും കാണിക്കാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് സോഴ്സുകളുമില്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വേദപുസ്തകത്തിൽ പറയുന്ന മരണാസ്ത്രമെന്ന ആരോ ഓഫ് ഡെത്ത് സാത്താൻ ഉപയോഗിക്കുന്ന പല ദൈവമക്കളെയും, പല ആരോഗ്യമുള്ള, പല കഴിവുള്ള, പല ഡെസ്റ്റിനിയുള്ള, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുള്ള ചില തലമുറകളെ യാത്രകളിൽ വഴിയിൽ അവരെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ആരോസ് ഉണ്ട്. ആരോസ് that leads you to death. നിന്നെ മരണത്തിലേക്ക് നയിക്കുന്ന ആരോസ് ഉണ്ട്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ഞാനിത് വിശദമായി പ്രസംഗിക്കാൻ ടൈമില്ല, കുറച്ചധികം ഇൻഫർമേഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഓരോന്നിനെ എടുത്ത് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് ദൈവങ്ങളിൽ നിന്ന് ജയമെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് വായിച്ച സങ്കീർത്തനവും ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ മനപ്പാഠം പറഞ്ഞ വാക്യമൊക്കെ ഒന്നാണ്. സങ്കീർത്തനം 91 നമ്മൾ വായിക്കുന്നു, പകൽ പറക്കുന്ന അസ്ത്രങ്ങളെ നിനക്ക് പേടിക്കാനില്ല, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രങ്ങളെയും ഇരുട്ടിൽ
സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. ഹല്ലേലൂയ. അവിടെ എടുത്തു പറയുന്നു, പകൽ പറന്നു നടക്കുന്ന അസ്ത്രങ്ങളുണ്ട്. രാത്രിയിലെ ടെററെന്ന കൊടുത്തിരിക്കുന്ന ജസ്റ്റ് ഫിയർ എന്നല്ല, ജസ്റ്റ് നിന്നെ ടെററൈസ് ചെയ്യുന്ന, രാത്രിയെ ഭയപ്പെടുത്തുന്ന ശക്തികൾ, അന്ധകാരത്തിന്റെ വേഷം കെട്ടി, ഇരുട്ടിന്റെ വേഷം കെട്ടി നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ടെററൈസ് ചെയ്യുന്ന പോരുകളുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രങ്ങളുണ്ട്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന പെസ്റ്റിലൻസ് ഉണ്ട്. ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന മഹാമാരികളുണ്ട്. ഇരുട്ടിൽ യാത്ര ചെയ്യുന്ന മഹാമാരികൾ, ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കൊക്കെ സംഹരിക്കുന്ന ശക്തികൾ, ഡിസ്ട്രക്റ്റിംഗ് ഫോഴ്സസ് ഉണ്ട് എന്ന് വേദപുസ്തകത്തിൽ എടുത്തു പറയുന്നു. ഇതിനെ ഒന്നും അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുന്ന ഒരു ദൈവവേദന ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ മറന്നിരിക്കുന്നു. എനിക്കെതിരെ കൊടുത്തുവിടുന്ന മരണാസ്ത്രങ്ങളെ അവയെ കൈകൾ കൊണ്ട് പറയുന്ന ഒരു കരമുണ്ട് ദൈവത്തിന്. ആ ദൈവത്തിന്റെ വൻകരങ്ങൾ അതിനെ പറയുന്നു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ വാഹനം ഓടിക്കുമ്പോൾ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ, ഒരു കാരണവും കൂടാതെ, ഒരു ബാക്ക്ഗ്രൗണ്ടുമില്ലാതെ പെട്ടെന്ന് സംഭവിക്കാവുന്ന ചില മരണങ്ങളെ, ചില മരണാസ്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രവചനമെടുത്ത് പ്രാർത്ഥിക്കുക. Glory, 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 hallelujah. എവിടുന്ന് വന്നെന്നറിയത്തില്ല, ഏത് സ്ഥലത്തുനിന്ന് വന്നെന്നറിയത്തില്ല. Coming from an unknown source, coming from like an ambush attack. നിന്റെ ജീവിതത്തെ തകർത്ത് കളയാൻ തക്കവണ്ണം സാത്താൻ മെനയുന്ന ആയുധങ്ങൾ, അവന്റെ രഹസ്യ ആയുധശാലയിൽ അവൻ ഫോം ചെയ്യുന്ന, അവൻ ഡിസൈൻ ചെയ്യുന്ന എല്ലാ രഹസ്യ വെപ്പൺസിന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. Glory. Arrows of death, hallelujah. നിന്റെ ജനറേഷൻ, നിന്റെ മക്കൾക്ക് നേരെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ നേരെ, നിന്റെ മാതാപിതാക്കൾക്ക് നേരെ, നീ യാത്ര ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്തിരിക്കുമ്പോൾ, ഏതൊരു കാര്യത്തിലും ആയിക്കോട്ടെ, നിനക്കെതിരെയുള്ള ഈ ആംബുഷ് അറ്റാക്കിനെ, ഈ ആരോ ഡെത്തിന്റെ മേൽ കർത്താവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ച യേശുവിന്റെ നാമത്തിൽ ഒരുവന്റെ മുമ്പിൽ മാത്രമേ മരണമെന്ന ശക്തി വഴിമാറിയിട്ടുള്ളൂ. അത് സോക്രട്ടസിന്റെ മുമ്പിലല്ല, അത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ മുമ്പിലല്ല, അത് നെപ്പോളിയൻ ചക്രവർത്തിയുടെ മുമ്പിലല്ല. ഒരുവന്റെ മുമ്പിൽ മാത്രമേ മരണം അടിയറവ് പറഞ്ഞുള്ളൂ. അവന്റെ പേര് നസ്രയനായ യേശു. യേശുവിന്റെ മുമ്പിലാ ഹല്ലേലൂയ മരണം അടിയറവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രമേ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നിന്റെ കർത്താവ്, നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച കർത്താവാണ്. ആമേൻ. പാതാളത്തെയും മരണത്തെയും ജയിച്ച് അരിമത്യ ജോസഫിന്റെ കല്ലറയെ പൊട്ടിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയുക, മരണ ഭയങ്ങൾ നിന്നെ വിട്ടുപോകട്ടെ. നിനക്കെതിരെയുള്ള മരണാസ്ത്രങ്ങൾ ക്യാൻസർ ആകട്ടെ. എനിക്കും നിനക്കും നിന്റെ കുടുംബത്തിനെതിരെ സാത്താൻ തൊടുത്തുവിടുന്ന വഴിയാത്രകളിൽ, യാത്ര ചെയ്യുന്ന സ്ഥലത്ത്, നടന്നു പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നിനക്കെതിരെ പതിയിരിക്കുന്ന, നിന്നെ ടാർഗറ്റ് ചെയ്ത് എഴുതുവിടുന്ന അസ്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, സമയമില്ല, വേഗത്തിൽ പോവാം. The arrows of affliction, നിന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന, ശാരീരികമായി രോഗങ്ങളിട്ട് പീഡിപ്പിക്കുന്ന ആരോസ്. ഇതുണ്ട് ദൈവമക്കളെ. ചില രോഗങ്ങളൊക്കെ വിട്ടുമാറും. ചില വ്യക്തികളെ ശാരീരികമായി ലൈഫ് ലോങ് ടോർമെന്റ് ചെയ്യേണ്ടതിന്, അവരുടെ ഫിസിക്കൽ ലൈഫ് കൊണ്ട് അവർ ഫ്രൂട്ട്ഫുൾ ആകാതിരിക്കേണ്ടതിന് അവർ ചർച്ചിൽ പോകും, സ്തോത്രം ചെയ്യും, പാടും, പ്രാർത്ഥിക്കും, ദശാംശം കൊടുക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഫിസിക്കലി അവരെ അൺഫിറ്റ് ആക്കി കളയുന്ന, അവരുടെ ആരോഗ്യത്തെ നല്ല പ്രായത്തിൽ ഇല്ലാതാക്കുന്ന ടോർമെന്റിങ്, അഫ്ലിക്റ്റിംഗ് ആരോസ് ഉണ്ട്. ഒരു ദൈവത്തിന്റെ പൈതലിനെ നല്ല പ്രായത്തിലെ രോഗക്കടക്കയിൽ വലിച്ചു കിട്ടുന്ന ഹല്ലേലൂയ അഫ്ലിക്റ്റിംഗ് ആരോസ് ഉണ്ട്. സ്പിരിറ്റ് ഓഫ് അഫ്ലിക്ഷൻ, the arrow of affliction. ലൂക്കോസ് 8 മാർക്ക് ചാപ്റ്റർ 5 നമ്മൾ വായിക്കുന്നുണ്ട്. 12 വർഷമായി
രക്തസ്രാവമുള്ള സ്ത്രീ, അവിടെ ശരീരത്തിൽ നിന്ന് രക്തം ഊരിട്ട് പോകുകയാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് അവൾക്ക് വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. അവളെ തൊടുന്നവർ അശുദ്ധരായോട് ഇരിക്കുന്ന സ്ഥലം അശുദ്ധമാകും. there is kind of like an abnormal disease അവളുടെ ജീവിതത്തിലുണ്ട്. വിട്ടുമാറാത്ത രോഗം. പല വൈദ്യന്മാരെ കാണിച്ചു, ഉള്ളതെല്ലാം ചെലവഴിച്ചു, പൈസയെല്ലാം മുടക്കി, പക്ഷെ ഒന്നിനാലും സുഖം വന്നില്ല. സ്വത്രം ഇത് അനവധി സമയത്ത് കേട്ട കഥ പോലെ കേട്ട പ്രസംഗങ്ങളാണ്. ഞാൻ പറയുന്നു, ഒന്നിനാലും സുഖം വന്നില്ല. പല മരുന്നും പരീക്ഷിച്ചു, പല ഡോക്ടർമാരെയും കണ്ടു, പലതും ശ്രമിച്ചു, കയ്യിരുന്ന കാശെല്ലാം ചെലവാക്കി, പക്ഷേ ഇതുവരെയും പരിഹാരം വന്നിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങളെ നോക്കി ഞാൻ പറയുക, അത് സാധാരണ രോഗമല്ല. നിന്റെ ജീവിതത്തിലുള്ളതെല്ലാം വിറ്റുമറക്കിയിട്ടും നിന്റെ രോഗത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ ആ രോഗത്തെ നോക്കി ഞാൻ പറയും, അതൊരു നോർമൽ ഡിസീസ് അല്ല, അതൊരു ആരോഗ്യമാണ്. സാത്താന്റെ തീയമ്പുകളിൽ ഒന്നാണ് നിന്റെ ശരീരം അഫ്ലിക്റ്റ് ചെയ്യേണ്ടതിന്, ടോർമെന്റ് ചെയ്യേണ്ടതിന് പിശാചിരിക്കുന്ന ആ ആരോ നിന്റെ അസ്ഥിയിൽ നിന്ന് വലിച്ചൂരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ബ്ലഡിൽ നിന്ന്, ബ്ലഡിൽ നിന്ന്, ജോയിന്റ്സിൽ നിന്ന്, നിന്റെ ഹാർട്ടിൽ നിന്ന്, ലങ്സിൽ നിന്ന്, നിന്റെ സെൽഫ് ഓഫ് യുവർ ബോഡിയിൽ നിന്ന് ആരോഗ്യ ദൈവം ഇന്ന് പകൽ വലിച്ചൂരി കളയാൻ ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ കരം ഈ പ്രയർ ഹോളിൽ ചലിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കയ്യിരിക്കുന്നതെല്ലാം ചെലവാക്കി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു കണ്ട് നാണം കെട്ടു. ആൾക്കാർ പറഞ്ഞ് ഇത്രയായിട്ട് രോഗം മാറിയില്ലയോ? വർഷങ്ങളായി ചെറുപ്പം തൊട്ട് രോഗിയായിരിക്കുന്ന വ്യക്തിയെ നോക്കി ഞാൻ വിളിച്ചു പറയുക, ഇന്ന് പകൽ ഇതിനകത്തൊരു സീക്രട്ട് ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ രഹസ്യം എക്സ്പോസ്ഡ് ആകട്ടെ. നിന്റെ അസ്ഥിയിൽ പറിച്ചിരിക്കുന്ന, നിന്റെ ബ്ലഡിൽ പറിച്ചിരിക്കുന്ന, നിന്റെ മാംസത്തിൽ പറിച്ചിരിക്കുന്ന, നിന്റെ ഓർഗൻസിൽ തറച്ചിരിക്കുന്ന ഒരു ആരോ ഓഫ് സിക്നെസ് ഉണ്ട്, ഒരു ആരോ ഓഫ് അഫ്ലിക്ഷൻ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതിന്മേൽ ജയമെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ശരീരത്തിൽ തറഞ്ഞിരിക്കുന്ന ആരോ ഓഫ് അഫ്ലിക്ഷൻ യേശുവിന്റെ നാമത്തിൽ കർത്താവേ അവിടുത്തെ കരം കൊണ്ട് അത് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ വെറുതെ പറയുകയല്ല, നിന്റെ ശരീരത്തിലുള്ള രോഗം അത് അൺകോമൺ ആണ്, അൺയൂഷ്വൽ ആണെങ്കിൽ. സ്തോത്രം. കോമൺ ഡിസീസ് ഉണ്ട്, മനുഷ്യർക്കെല്ലാം രോഗങ്ങളുണ്ട്, കോമൺ ഡിസീസ് ഉണ്ട്. നിന്റെ തന്നെ മനസ്സാക്കി പറയുന്നു, അൺയൂഷ്വൽ ആയിട്ടുള്ള രോഗം പോലെ നിന്റെ ശരീരത്തെ പറത്തി കളയുന്ന ഒരു രോഗം നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം that is an arrow of sickness, arrow of affliction, and a tormenting arrow sent by Satan. Hallelujah. സാത്താൻ അയച്ച ആ ടോർമെന്റിംഗ് ആരോയിൽ നിന്ന് നിന്നെ വിടിയിപ്പാൻ യേശു ശക്തനാണ്. ഇന്ന് പകൽ പ്രാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആണിപ്പഴുതേറ്റ കരം നിനക്ക് വേണ്ടി കാര്യം പാടിയാൽ ഈ കൈകൾ തറയ്ക്കപ്പെട്ടത് നിന്റെ ദേഹത്ത് പിശാചിന്റെ അമ്പയ്യാലല്ല, സാത്താന്റെ അമ്പുകളെ അവൻ വലിച്ചൂരേണ്ടതിന്, നീ വിടുതൽ പ്രാപിക്കേണ്ടതിന്, നീ രോഗസൗഖ്യമുള്ള വ്യക്തിയാക്കിയിടേണ്ടതിന്. സ്തോത്രം. ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ അമ്പുകൾ അങ്ങനെ നിന്റെ മേൽ തറച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രസംഗ മധ്യേ ആ അമ്പുകൾ യേശു കർത്താവ് അതിനെ ഊരി മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ എത്ര ഡോക്ടർമാരെയും കാണിച്ചിട്ടും പരിഹാരമില്ലാത്ത, എത്ര പൈസ കൊണ്ടും ചെലവഴിച്ചിട്ടും പരിഹാരമില്ലാതിരുന്ന ആ രക്തസ്രാവമുള്ള സ്ത്രീയുടെ ശരീരത്തിലേക്ക് യേശുവിന്റെ ശക്തി ഒന്ന് തൊട്ടപ്പം വ്യാപരിച്ചതേ ഉള്ളൂ. വിട്ടുമാറാത്ത 12 വർഷമായ നരകരോഗം, ആ നരകതുല്യമായ രോഗം, അതിന്മേൽ പരിഹാരമുണ്ടായി. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി വിട്ടുമാറാത്ത രോഗങ്ങൾ മാറിപ്പോകട്ടെ. That is an arrow of affliction. Number 3, പിശാച് മൂന്നാമതായി തൊടുത്തുവിടുന്ന ആരോ, the arrow of confusion and division. ഒരുമിച്ച് യാത്ര ചെയ്യുന്ന, ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്ന, ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഈ സഭ ഒരുപാട് ഏറ്റിട്ടുണ്ട്. ഈ ചർച്ച് ഈ സിറ്റിയിലെ വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ചായി മാറേണ്ട സഭയാണ്. ഐ അഡ്മിറ്റ് പേഴ്സണലി, നമ്മൾ ഈ ആരോട് അറ്റാക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന, ഒരുമിച്ച് ആരാധിക്കുന്ന, ഒരുമിച്ച് സന്തോഷത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന,
കൺഫ്യൂസ് ചെയ്യുന്ന, അവരെ തമ്മിലടിപ്പിക്കുന്ന ആരോ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 15 വേഴ്സസ് 36 through 41-ൽ ഒരു ഹിസ്റ്ററി കിടപ്പുണ്ട്, ഒരു വിഷയം കിടപ്പുണ്ട്. അത് പറഞ്ഞു പോകാം. ബർന്നബാസും പോളും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പോസ്തലനായ പോളും ബർന്നബാസും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. ഒറ്റയൊരുത്തന്റെ വിഷയത്തിൽ ഇവർ തമ്മിൽ പിണങ്ങി. മാർക്ക് എന്ന് പറയുന്ന ബർന്നബാസിന്റെ മച്ചുണൻ, നെഫ്യൂ, ഇവൻ നിമിത്തം, മച്ചുണൻ കറക്റ്റ് വാക്കില്ലയോ? മച്ചുണൻ ഇവൻ നിമിത്തം ഈ രണ്ട് ദൈവദാസന്മാർ തമ്മിൽ ഉടക്കി, രണ്ട് വഴിക്ക് പിരിഞ്ഞു. സ്തോത്രം. ഒരുമിച്ച് ഒരു യാത്ര ചെയ്ത, ഒന്നാം മിഷണറി യാത്ര ഒരുമിച്ചാണ് ചെയ്തത്. രണ്ടാം മിഷണറി യാത്രയ്ക്ക് ഒരു ഒരുമിച്ചില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് ഡിവിഷൻ വന്നു, ആർഗ്യുമെന്റ് വന്നു, ഡിസോർഡർ വന്നു. ദൈവമോ കലക്കത്തിന്റെ ദൈവമല്ല, അവർ ഓർഡറിന്റെ ദൈവമാണ്. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. സാത്താൻ കൺഫ്യൂഷന്റെ, സാത്താന്റെ ലാംഗ്വേജ് കൺഫ്യൂഷൻ, ദൈവത്തിന്റെ ലാംഗ്വേജ് ഫെയ്ത്ത്. സ്തോത്രം. ഒരുമിച്ച് സന്തോഷിച്ച് ജീവിക്കുന്ന കുടുംബത്തിനകത്തെ അവരെ ചിഹ്നഭിന്നമാക്കുന്ന, കൺഫ്യൂസ് ആക്കുന്ന, ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സഭ അവരെ തമ്മിൽ ഡിവൈഡ് ആക്കുന്നത്, ഒരുമിച്ച് ചെയ്യുന്ന വർക്ക്, ഒരുമിച്ച് ചെയ്യുന്ന ജോലി, ഒരുമിച്ച് പാർട്ട്ണർ ചെയ്യുന്ന ജോലിയിൽ സംഘർഷമുണ്ടാക്കുന്ന, ഐക്യതയെ കളയുന്ന ആരോസ് ഉണ്ട്. ഞാൻ എടുത്തു പറയാം, സാത്താൻ തൊടുത്തു വിടുന്ന ആരോസ് ഈ സഭയിൽ ഈ അറ്റാക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ അറ്റാക്ക് ഫേസ് ചെയ്യുമ്പോൾ ഈ സഭയിൽ തന്നെ ശബ്ദങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് അറ്റാക്ക്, പാസ്റ്റർ ജോൺ വർഗീസ് cannot survive here anymore day. ഒരു ദിവസം പോലും പാസ്റ്റർ ജോൺ വർഗീസിന് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഷിബിയനോടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കത്തില്ല. കാരണം നമ്മളാ ഈ ദേശത്ത് വന്ന് വർക്ക് പയർ ചെയ്തത്. ദേശത്ത് ഒറ്റ മലയാളി പാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിവേ, ഞാൻ വിഷയം വിടുകയാണ്. സ്തോത്രം. ഈ ആരോസ് ഓഫ് ഡിവിഷൻ, ഡിസോർഡർ വരുമ്പോൾ പിശാചിന്റെ ഉദ്ദേശം ആ കുടുംബത്തെ തകർത്ത് കളയുന്നതാണ്. ബന്ധങ്ങളെ തകർക്കുന്ന, കുടുംബത്തെ തകർക്കുന്ന, സഭയെ തകർക്കുന്ന, ജോലിയിലെ റിലേഷൻഷിപ്പിനെ തകർക്കുന്ന, കരാറുകളെ തകർക്കുന്ന, ഏത് രീതിയിൽ നിങ്ങൾ എടുത്തു, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം, പേരൻസുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ഫാമിലി റിലേഷൻഷിപ്പ്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഒക്കെ തകർക്കുന്ന ആരോസ് ഉണ്ട്. പിശാചിന്റെ ഒരു ആരോ. അത് ശ്രദ്ധിക്കണം. നിന്റെ കുടുംബത്തിന്റെ ഐക്യത കളയാൻ നോക്കണം. സഹോദരങ്ങളുടെ സ്നേഹവും ഐക്യതയും കളയാൻ നോക്കണം. പിശാച് പല രീതിയിൽ ഡിസോർഡറും കൺഫ്യൂഷൻസും കൊണ്ടുവരും. നിന്റെ ബന്ധങ്ങളെ തകർത്തളയാൻ. ഹല്ലേലൂയ. ബന്ധങ്ങളെ തകർത്തുകളെ സാത്താൻ ഉപയോഗിക്കുന്ന ആയുധമുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്ന് അകറ്റണം, എങ്ങനെയെങ്കിലും ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരണം, കലക്കം കൊണ്ടുവരണം, ഇവരെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കണം, മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം, ഇവരെ തമ്മിൽ അങ്ങോട്ട് വന്നിട്ട് അടുപ്പിക്കണം. മുഖത്തോട് മുഖം നോക്കി ഇവർ ആരാധിക്കരുത്, മുഖത്തോട് മുഖം നോക്കരുത്. ഇവർ കണ്ടാൽ തമ്മിൽ അടിക്കണം, വാദപ്രതിവാദം നടത്തണം. കമോൺ ഹല്ലേലൂയ. ദൈവമക്കളെ, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്, വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാത്താൻ നിനക്കെതിരെ തൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയമെടുക്കണം. ഇതിന്റെ റിസൾട്ടായി വെറുപ്പ്, വിദ്വേഷം, ഡിസ്യൂണിറ്റി, പക, പിണക്കം, കോപം, ക്രോധം, അൺഫർഗീവ്നെസ് ഒക്കെ നമ്മുടെ അകത്ത് പിശാച് കൊണ്ട് വിതയ്ക്കും. ഇതിന്റെ റിസൾട്ടായിട്ടാണ് അതുമായിട്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. ഒറ്റ ആരോ വിട്ടപ്പോൾ എത്രയോ കഷ്ടപ്പാടാ ജീവിതത്തിൽ വന്നത്. ഹല്ലേലൂയ. വർഷങ്ങളോളം അൺഫർഗീവ്നെസ് ജീവിക്കുന്ന, വർഷങ്ങളോളം ഹൃദയത്തിന്റെ മുറിവിൽ ജീവിക്കുന്ന, വർഷങ്ങളോളം അൺഫർഗീവ്നെസ്സിൽ ജീവിക്കുന്ന, വർഷങ്ങളോളം പകയിൽ ജീവിക്കുന്ന, പിണക്കത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കണം. സ്പിരിറ്റ്, the arrow of confusion, the arrow of disorder. ഹല്ലേലൂയ. അതിനെ ഞാൻ ജയമെടുക്കുന്നു. എന്റെ സ്നേഹത്തിനും എന്റെ കുടുംബത്തിന്റെ ഐക്യതയ്ക്കും, ഹല്ലേലൂയ, എന്റെ നന്മയ്ക്കും എതിരെ നിൽക്കുന്ന, എന്റെ റിലേഷൻഷിപ്പുകളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന, എന്റെ സ്നേഹബന്ധങ്ങളെ തകർക്കുന്ന, ഹല്ലേലൂയ, എല്ലാ സാത്താന്യ ആലോചനയുടെ മേലും യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. കഴിഞ്ഞ നാളിൽ സഭയെ അറ്റാക്ക് ചെയ്തതും ഇനി മേലാൽ സാത്താൻ അറ്റാക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നതുമായ അങ്ങനെയുള്ള ആയുധങ്ങളുടെ മേൽ
യേശുവിന്റെ ദാസന അധികാരത്തിൽ, അങ്ങനെയുള്ള ആയുധങ്ങളെ കർത്താവിന്റെ ദാസന അധികാരത്തിൽ എല്ലാ ആരോ ഡിസഗ്രിമെന്റ്, ആരോ കൺഫ്യൂഷനെ, ആരോ ഡിസോർഡറിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്പർ 4, സാത്താന്റെ ആരോസ്. ഒന്ന്, ദ ആരോ ഓഫ് ക്യാരക്ടർ ഡിസോർഡർ, സ്വഭാവ വൈകല്യം. ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയെ സ്വഭാവ വൈകല്യമുള്ളവനാക്കി തീർക്കുന്ന, ദുഷ്ട സ്വഭാവമുള്ളവനാക്കി തീർക്കുന്ന, ദൈവകൃപയിൽ ശോഭിക്കേണ്ട ഒരു വ്യക്തിയെ പെട്ടെന്ന് അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തി നെഗറ്റീവ് ലെവലിലേക്ക് അവനെ കൊണ്ടുപോകുന്ന ആരോസ് ഉണ്ട്. Gospel of John chapter 13 verse 2, Gospel of John chapter 13 verse 26, 27, യോഹന്നാന്റെ സുവിശേഷം 13:2, 13:26, 27. ഒരു നല്ല ശിഷ്യൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ പേരായിരുന്നു യൂദാ ഇസ്കരിയോത്ത്. പുള്ളിക്കാരൻ അതുവരെ നല്ലവനായിരുന്നു, കാരണം പണസഞ്ചി വരെയും സൂക്ഷിക്കാൻ തക്കവണ്ണം വിശ്വസ്തനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ പുള്ളിക്ക് ഒരു പ്രശ്നമുണ്ടായി. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സാത്താൻ അവന്റെ മൈൻഡിൽ ആദ്യം തോന്നിപ്പിച്ചു. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ, യേശുവിനെ ബിട്രേ ചെയ്യാൻ ആദ്യം തോന്നിപ്പിച്ചു. 26, 27 വാക്യം പറയുന്നു, യേശു അപ്പ കണ്ടമെടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പം തന്നെ സാത്താൻ അവന്റെ അകത്ത് കടന്നു. Satan entered into his heart. The moment after Jesus gave the piece of the bread, പിശാചന്റെ അകത്ത് കടന്നു. അതുവരെയും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നവൻ, അതുവരെയും കർത്താവിന്റെ കൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നവൻ പതുക്കെ ഭാവങ്ങൾ മാറാൻ തുടങ്ങി, മുഖഭാവം മാറാൻ തുടങ്ങി, വർത്തമാനത്തിന് മാറ്റം വന്നു. ഇവനെന്തു പറ്റി? ഇതുവരെ ഇങ്ങനല്ലായിരുന്നല്ലോ. നേരെ വിപരീതമായി. അതുവരെയും സന്തോഷത്തോടിരുന്നവന്റെ വേഷം പറയുന്നു, പിശാചവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചെന്നല്ലേ, തോന്നിപ്പിച്ചു. സാത്താൻ അവന്റെ അകത്ത് കടന്നു. ഇതൊരു ആരോ ആണ്. ദൈവകൃപയിൽ നിൽക്കാൻ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവമക്കളെ, പെട്ടെന്ന് നിന്റെ സ്വഭാവം മാറുന്ന രീതിയിൽ, പെട്ടെന്ന് നിന്റെ സഭയുമായിട്ടോ ആത്മീയ ശുശ്രൂഷകളുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ, പെട്ടെന്ന് ദൈവം നിനക്ക് തന്ന പ്രോമിസുകളെ കുറിച്ചോ വാഗ്ദത്തങ്ങളെ കുറിച്ചോ ഒന്നും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ, ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകത്തക്ക രീതിയിൽ നിന്റെ ക്യാരക്ടറിനെ ഡീഫോം ചെയ്ത ആ ശക്തി ഏതാണ്? നീ അനുഭവിച്ച ദൈവകൃപയിൽ നിന്നും കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനുഭവങ്ങൾ നിനക്കുണ്ട്. മണിക്കൂറുകളോളം മുഴങ്കാലിന്മേൽ നിന്ന് ദൈവസനെ കരഞ്ഞു പ്രാർത്ഥിച്ച അനുഭവങ്ങളെ മറന്നു പോകരുത്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഇടത്ത്, ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത ഇടത്ത്, മരിച്ചാൽ മതിയെന്നുപോലും ചിന്തിച്ച് മനസ്സിന്റെ നിലവാരങ്ങൾ തെറ്റിയിരുന്നപ്പോഴും കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ദൈവം നിനക്ക് തന്ന ശക്തി, ദൈവം അന്ന് നിനക്ക് തന്ന ധൈര്യം, നിന്നെ ദൈവം ജീവിക്കാൻ അനുവദിച്ച അനുഭവങ്ങൾ മറന്നുപോയി. ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട് ലോകത്തിന്റെ പിന്നാലെ ഓടുന്ന വ്യക്തിയെ നിന്നോടായിരുന്നു. ഇങ്ങനെ നീ മാറിപ്പോയാൽ എങ്ങനെ സാധിച്ചു? പ്രാർത്ഥിച്ച നിന്നെ, ആരാധിച്ചുകൊണ്ടിരുന്ന നിന്നെ, സമർപ്പിച്ച് ജീവിച്ച നിന്നെ, ഇങ്ങനെ ദൈവവുമായൊരു ബന്ധമില്ലാത്ത ഒരു സാമ്പാരപരുവം ജീവിതത്തിലേക്ക് നിന്നെ ഡീഫോം ചെയ്ത പവർ ഏതാ? അതൊരു ആരോവാ, സാത്താന്റെ ആരോവാ. നീ പ്രാർത്ഥിച്ച അതിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ നടക്കുന്നത് സാത്താൻ അറിയാം. നീ മുഴങ്കാൽ മടക്കിയാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് ദൈവത്തിനറിയാം, പിശാചിനറിയാം. ആമേൻ, ആമേൻ. നീ ഉപവസിച്ചാൽ നിന്റെ ദേഹത്തെ കെട്ടഴിയുമെന്ന് സാത്താൻ അറിയാം. ഹല്ലേലൂയ. നീ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ വലിയ അഭിഷേകം കൊണ്ട്, ശക്തി കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കുമെന്ന് സാത്താൻ അറിയാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പാലക്കാലം ക്യാരക്ടർ ഡിഫോർമേഷൻ സംഭവിച്ചവർ, സ്പിരിച്വലി ഞാൻ പറയുന്നത് കേട്ടോ, ആത്മീയമായി സ്വഭാവ വൈകല്യം സംഭവിച്ചവർ മടങ്ങി വരട്ടെ. നിനക്ക് ഈ അകൽച്ച ഉണ്ടായത്, പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെ കുറച്ച് ഒക്കെ ഉണ്ട്, പ്രധാന വലിയ സ്നേഹമോ എന്നൊക്കെ നിങ്ങൾ പറയുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നീ ഒരു വിക്ടിമ, സാത്താന്റെ ഒരു വിക്ടിമ, പിശാചിന്റെ ആരോ നിന്റെ അകത്ത് നിന്റെ സ്പിരിച്വൽ ലൈഫ് തറച്ചിട്ടുണ്ട്. അതിന്റെ വിക്ടിമ നീ ഒരു വിക്ടിമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത്. ചർച്ചയിൽ പോകാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ആരാധിക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ. വീടിനകത്ത് പ്രാർത്ഥനയില്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ക്രമീകരണങ്ങളില്ല, പാപബോധമില്ല. ഹല്ലേലൂയ.
അങ്ങനെ നിന്നെ നയിക്കുന്നതിന്റെ പിന്നിൽ അത് നിന്റെ സ്വയ തീരുമാനമല്ല. അറിഞ്ഞോ അറിയാതെയോ നിന്നെ മോഷ്ടിച്ച, നിന്നെ കവർന്നെടുത്ത ഒരു ദുഷ്ടശക്തിയുണ്ട്. യേശു പറഞ്ഞു, സ്തോത്രം, മോഷ്ടിപ്പാനും കവരാനും കൊല്ലാനും നശിപ്പിക്കാനും വരുമ്പോൾ ഞാൻ സമൃദ്ധിയായ ജീവൻ തരാൻ വന്നിരിക്കുന്നു. Praise the Lord. Praise the Lord. കൂടെ നടന്ന യൂദാഹിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതുപോലെ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായി മാറേണ്ടുന്ന, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി ദൈവസഭയിൽ മുഴങ്ങേണ്ടുന്ന നിന്നെ, ദൈവത്തിന്റെ ദൂതുവാഹിയായി ദൈവം തെരഞ്ഞെടുത്ത നിന്നെ, അന്ധകാരത്തിൽ വെളിച്ചമായി മാറാൻ ദൈവം തെരഞ്ഞെടുത്ത നിന്നെ, ആത്മനിയോഗം പ്രാപിക്കുന്ന ഒരു തലമുറയായി തെരഞ്ഞെടുത്ത നിന്നെ കൊണ്ട് ദൈവമില്ലാത്ത വ്യക്തിയായി അലഞ്ഞു തിരിഞ്ഞു നടക്കാൻ നിന്നെ നയിക്കുന്ന ശക്തിയേത്? അത് നിന്റെ ഓൺ ചോയ്സ് അല്ല. യു ആർ ദ വിക്ടിം ഓഫ് ആൻ അറ്റാക്ക്. ക്രിസ്ത്യാനി തന്നെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. എത്ര പേർ പറയും, എന്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് മടങ്ങി വരണം, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ജീവിതം മടങ്ങി വരണം, നമ്മുടെ കോട്ടേജ് മീറ്റിംഗ് മടങ്ങി വരണം, നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മടങ്ങി വരണം, ഹല്ലേലൂയ, പേഴ്സണൽ പ്രയർ മടങ്ങി വരണം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ കൂട്ടായ്മകൾ മടങ്ങി വരണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. മറ്റൊരു ആരോസ് ആണ് നമ്പർ 5, ദ ആരോ ഓഫ് ഡിവോർ ചെയ്യുന്ന. ബൈബിൾ ദിവസവും പറയുന്നു, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 6-7 പറയുന്നുണ്ട്, അവൻ ഹല്ലേലൂയ ആരെ വിഴുങ്ങേണ്ടെന്ന് ചൊല്ലി. ഡിവോറിംഗ് ആരോസ്, ആരെ വിഴുങ്ങേണ്ടെന്ന് ചൊല്ലി നടക്കും. ജോബ് ഒരു ഉദാഹരണമാണ്. യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും അവരുടെ സ്പൗസസും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ജോബ് വാസ് എ റിച്ച് മാൻ ഇൻ എബ്രഹാംസ് ടൈം. അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ധനികനായ മനുഷ്യനായിരുന്നു ഈ യോബ്. അദ്ദേഹം നല്ല ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നായിരുന്നു, നല്ലൊരു പുരുഷനായിരുന്നു. നല്ല പുരുഷന്റെ പ്രത്യേകത യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ല പുരുഷൻ ആരാണ്? നല്ല പുരുഷൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. പിന്നെ കുറച്ച് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവന്റെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ആർക്കെങ്കിലും വായിക്കാമോ പുസ്തകത്തിൽ? There was a man named Job lived in Ur, Uz ദേശത്ത്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും. ഈ ലിസ്റ്റ് കാണാല്ലേ? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ശ്രദ്ധിക്കണമേ, അവൻ നിഷ്കളങ്കൻ. അവന്റെ അടുത്ത ക്വാളിറ്റി എടുത്തിട്ടുണ്ട്. അവന്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ സമയാസമയം ഇന്റർസീഡ് ചെയ്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, പിന്നെ ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ, കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി സമയമെടുത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവൻ. എൻ്റെ കുഞ്ഞുങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ നാളെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, പാപക്കണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്, ദൈവത്തെ കോപിപ്പിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. 7 പുത്രന്മാരും 3 പുത്രിമാരും. ഹല്ലേലൂയ. 7000 ആടുകൾ, പിന്നെ 3000 ഒട്ടകം, 500 കാള, 500 കഴുത. ഭയങ്കര മൃഗസമ്പത്തുള്ള മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് സാത്താൻ വന്നങ്ങ് വിഴുങ്ങി. അവനുള്ളതെല്ലാം വിഴുങ്ങി. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇത് പറയുന്നത് മെറ്റീരിയലത്തെ കുറിച്ചാണ്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ ഡിവോർ ചെയ്യുന്ന ആരോസുണ്ട്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്, അതിന്റെ വീടാകാം, ജോലിയാകാം, നിന്റെ സമ്പാദ്യമാകാം, ദൈവം നിനക്ക് തന്നിരിക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള നന്മകളാകാം. അതിനെ ഒറ്റ ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട് എംപ്റ്റിയാക്കുന്ന പോരുകളുണ്ട്, ആരോസുണ്ട്. അത് ഇയ്യോബിന്റെ മേൽ പതിച്ചു. The devouring arrows of the enemy. ഇന്ന് പോലെ അതുകൊണ്ട് പറയണേ, കർത്താവ് എൻ്റെ ജോലി, എനിക്ക് ദൈവം തന്ന നന്മ, എൻ്റെ ഭവനം, എനിക്ക് ദൈവം ഭൗതികമായ എൻ്റെ കർത്താവ് എനിക്ക് തന്ന നന്മയും ഞാൻ അഹങ്കരിക്കുകയില്ല. അതിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഇയ്യോബിനും അവന്റെ കുടുംബത്തിനും അവനുള്ളതിനും എല്ലാം ചുറ്റും, അവനും ചുറ്റും വേലി കെട്ടി അവനെ പരിപാലിച്ച ദൈവമേ. ചില ട്രാജഡീസ് ഒക്കെ നോക്കുമ്പോൾ,
ചില ലാൻഡ് സ്ലൈഡുകൾ, ചില കുടുംബ നാശങ്ങളൊക്കെ നോക്കുമ്പോൾ വേദനാജനകമാണ്. നമ്മളിപ്പം പറയുന്നത്, നമ്മൾ പറയും നമുക്ക് മറ്റുള്ളവരൊക്കെ ഈസി ആയിട്ട് പറയാം, നമുക്ക് വരുമ്പോഴേ അറിയപ്പെടുമെന്ന് പറയാം. പക്ഷെ ചില ട്രാജഡീസ് ഒറ്റ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഒരു വില്ലേജ് പോലും ഡിസപ്പിയർ ആകുന്ന രീതിയിലുള്ള ട്രാജഡീസ് കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. There are devouring arrows of the enemy. നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ, നീ താമസിക്കുന്ന വാസസ്ഥലം ഇല്ലാതാക്കാൻ, നിന്റെ ദേശം ഇല്ലാതാക്കാൻ, ദൈവം നിനക്കുന്ന നന്മ ഇല്ലാതാക്കാൻ പറന്നു നടക്കുന്ന അസ്ത്രങ്ങളുണ്ട്. ആ വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്നു, വിശ്വാസത്തിന്റെ പരിച പിടിച്ചുകൊള്ളണം ഈ തീയമ്പുകളെ ജയിക്കാൻ. സ്തോത്രം, 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 സ്തോത്രം. നിന്റെ ജോലി, നിനക്ക് തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ആരോഗ്യം, അവരുടെ വിദ്യാഭ്യാസം, നിന്റെ കയ്യിൽ നിൽക്കുന്ന നന്മ, സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവം നിനക്ക് തന്ന ഭവനം, നീ പാർക്കുന്ന വീട്, നിനക്ക് ദൈവം തന്ന ബന്ധങ്ങൾ, ചുറ്റുപാടുകൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് എന്നും സ്തോത്രം ചെയ്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് എടുത്തു പറയുന്നു, സഭയോട് എഫെസ്യൻ സഭയോട് പറയുന്നു, പിശാചിന്റെ സകല തീയമ്പുകളെയും ജയിക്കുന്ന വിശ്വാസം. ഞാൻ പറഞ്ഞു പോവാണ്. 1-2 പോയിന്റുകൂടെ പറഞ്ഞു നിർത്താൻ സമയം കഴിഞ്ഞു. 5-6 മിനിറ്റേ ഉള്ളൂ എൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ രീതിയിലുള്ള ഒരു തീയമ്പെന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. സംടൈം ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ആരോ ഓഫ് ഒഫൻസ് എന്നാണ്. ഒഫൻഡഡ് ആയ വ്യക്തികൾ ആരുടെ വിളിപ്പുണ്ടോ? എപ്പോഴെങ്കിലും മനുഷ്യന്റെ വാക്കുകളിൽ ഒഫൻഡഡ് ആയ ആൾക്കാർ ആരുടെ വിളിപ്പുണ്ടോ? അയ്യോ, അത് സാധാരണയില്ലയോ ഭാഷ? സംടൈം ഇല്ലേ, ഓൾ ദ മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാരുടെ വാക്കുകളെല്ലാം നമ്മൾ ഒഫൻഡ് ചെയ്യുന്നതാണ്. ഒരു നല്ല വാക്ക് പറയാൻ ചില ആൾക്കാർക്ക് നമ്മളെ കുറിച്ച് പറ്റത്തില്ല അല്ലേ? പറയോ, നല്ല ആൾക്കാർക്ക് പറ്റും. The people who are blessed, they can bless others. Blessing ഇല്ലെങ്കിൽ പിന്നെ എന്തെടുത്ത് ബ്ലസ് ചെയ്യും? ദിവസവും പറയുന്നത് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും അല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഓ, എന്തൊരു പവർഫുൾ വേർഡാ അല്ലേ? Praise the Lord. The one who bless Abraham will be blessed. The one who curse Abraham will be cursed. അതിനല്ലേ പറയുന്നത്, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ശപിക്കുന്നവർ ശപിക്കപ്പെടും. വിശ്വാസത്താൽ നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ നാച്ചുറൽ ബർത്ത്, ബൈ ഫെയ്ത്ത്. അങ്ങനെയെങ്കിൽ ഒരു ദൈവവചനെ ശപിക്കുന്നവൻ ശാപം കിട്ടും, ഒരു ദൈവവചനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ആരും ആമീൻ പറയാതിരിക്കുന്നു. അങ്ങനെയൊക്കെയാണോ? സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപയുണ്ടെങ്കിൽ 10 രൂപയുടെ ഗുണവും ചെയ്യത്തില്ല ശാപം കിട്ടിയ. 10 രൂപയുള്ളെങ്കിലും കോടിയുടെ നന്മ അത് ചെയ്യും അനുഗ്രഹം ഉണ്ടെങ്കിൽ. പിന്നെ 10 രൂപ അനുഗ്രഹം ഉണ്ടെങ്കിൽ കോടിയുടെ പ്രയോജനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അപ്പൊ ഈ ഒഫൻസ് എന്ന് പറയുന്നൊരു വലിയ ഇഷ്യൂ എന്ന് സഭയ്ക്കകത്തും ജോലി മണ്ഡലങ്ങളിൽ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ ഒഫൻഡഡ് ആയി പോകുന്ന വാക്കുകളൊക്കെ സംസാരിക്കും. ഒറ്റ വാക്യം വായിക്കാം, 5 മിനിറ്റ് സമയമുള്ളൂ. സങ്കീർത്തനം 64 വേഗത്തിൽ വായിക്കാം. സങ്കീർത്തനം 64 തോന്നുന്നു, 64 നിങ്ങളുടെ പുസ്തകത്തിൽ സങ്കീർത്തനം 64 ഉണ്ടെങ്കിൽ എടുത്തോ. 64 3-ാം വാക്യം തൊട്ടൊന്ന് വായിച്ച് 3rd verse onwards. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് കണ്ടോ, അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം arrow of bitter words, the arrow of cursing words. ഞാൻ പറഞ്ഞത് വാക്കുകൾ അത് എവിടെ നിന്ന് തുടക്കുന്ന അറിയാമോ? നമുക്ക് ബോംബെയിൽ നിന്ന് ഒഫൻഡ് ആകാൻ, ഹൈദരാബാദിൽ നിന്ന് ഒഫൻഡ് ആകാൻ അമേരിക്കയിൽ നിർത്താൻ സംസാരിക്കാൻ ഫോണിക്കൂടെ ഇല്ലയോ? അവരെന്താ തൊടുത്തുവിട്ടെ? കൈപ്പുള്ള വാക്കായ അസ്ത്രം, അത് ആരോസ്. ചിലർ നമ്മുടെ നേരിട്ട് മുമ്പിൽ ഒന്നും പറയത്തില്ല അല്ലേ? എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ ഫേസ് ടു ഫേസ് മുമ്പിൽ എന്ന് പറയും. അതുകൊണ്ട് ആൾക്കാർക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും തന്നെ ഇഷ്ടമല്ല. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന പരിപാടി എനിക്കില്ല. നേരിട്ട് മുഖത്ത് നോക്കി ഞാൻ പറയാം.
മുഖത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, കുഴപ്പമില്ലല്ലോ. ഒളിഞ്ഞിരുന്ന് മാറിയിരുന്ന് ഒളിഞ്ഞിരുന്ന് ആംബുഷ് അറ്റാക്ക് നടത്തും. ഒരു വ്യക്തിയെ നാളെ അത് കേട്ടാൽ അവൻ നീ നിമിത്തം ഒഫൻഡഡ് ആകുന്ന രീതിയിൽ, അവന്റെ ഹൃദയത്തിന് മുറിവുണ്ടാകുന്ന രീതിയിൽ, നിന്റെ കൈപ്പേറിയ വാക്കൊരു അസ്ത്രം പോലെ ഒരു വ്യക്തിയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആയിത്തീരാമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്വത്രം ആരും സ്വതന്ത്രം പറയുന്നില്ല, ഉള്ള ആത്മീയ അന്തരീക്ഷമൊക്കെ അങ്ങ് പോയത്. ചർച്ചനകത്ത് നമുക്ക് ടീച്ചിങ് ആവശ്യമില്ല. ഒരിക്കലും കൈപ്പേറിയ ബിറ്റർ വേർഡ്സ് പറഞ്ഞു നമ്മൾ അനുഗ്രഹത്തിന്റെ വാക്ക് സംസാരിക്കുന്നവരായിരിക്കണം. എന്നാൽ ചില വ്യക്തികളെ കുറിച്ച്, ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നു, അവർ നിഷ്കളങ്കനെ ചെയ്യേണ്ടതിന് നിഷ്കളങ്കനായ ആൾക്കാരെ, നല്ല ആൾക്കാരെ തകർത്ത് കളയേണ്ടതിന് ഇവന്മാർ കൈപ്പേറിയ വാക്കാകുന്ന അസ്ത്രം കൊടുക്കുന്നു. സ്തോത്രം. ഒരുപാട് പേര് ഒഫൻഡഡ് ആയി ജീവിതത്തിൽ തകർന്നിരിക്കുന്നവരുണ്ട്. ഹൃദയത്തിൽ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന മുറിവുകളുണ്ട്. വാക്കുകളിൽ നിന്ന് കേട്ട മുറിവുകളാണ്. ആർക്കാ നഷ്ടം? വാക്ക് പറഞ്ഞവനൊക്കെ അത് മറന്നുപോയി, പുള്ളി ആള് മാറിപ്പോയി. ഇത് അനുഭവിച്ച നമ്മൾ ഇന്നും അത് കൊണ്ട് നടക്കുക. മുറിവേറ്റ ആളിനെപ്പോഴും നടക്കുക, മുറിവേറ്റ് നമ്മൾ നടക്കുക. പണ്ട് ഇന്നാരെന്നെ ഇങ്ങനെ പറഞ്ഞതാ, പണ്ട് ഇന്നാരെന്നോട് ഇങ്ങനെ പറഞ്ഞതാ, പണ്ട് ഇന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? ഇപ്പോഴും ആ അമ്പകത്ത് കിടക്കുക, വലിച്ചൂരിട്ടില്ല, ഇപ്പോഴും അമ്പകത്ത് കിടക്കുക. പണ്ട് ഞാനത് അനുഭവിച്ചതാ, പണ്ട് ഞാനത് അനുഭവിച്ചു. ഇന്ന വ്യക്തി പറഞ്ഞ ശാപവാക്ക്, എന്നോട് പറഞ്ഞ ദോഷം, ഹല്ലേലൂയ, ആമേൻ. ഇതൊക്കെ അകത്ത് കടന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, യു വിൽ ബി ഇൻ ദ പ്രിസൺ ഓഫ് ബിറ്റർനെസ്. നീ കയ്പിന്റെ പ്രിസണിനകത്ത് കടന്നാൽ യു വിൽ നെവർ develop yourself, you will never progress yourself, you will become a weak person, you will never be strong in your life. നിന്റെ ജീവിതത്തിൽ നിനക്ക് ശക്തി ഉണ്ടാകത്തില്ല, ബലം ഉണ്ടാകത്തില്ല, നിന്റെ മൈൻഡ് പവർ ക്ഷയിച്ചു പോകും, ശരീരം ക്ഷയിച്ചു പോകും. എന്താ ഇതൊക്കെ ഇതിന്റെ റിസൾട്ട്? നിന്നെ ഒഫൻഡ് ആക്കുന്ന സ്പിരിറ്റ് ഓഫ് ഒഫൻസ് ഉണ്ട്. I just want to renounce and rebuke every spirit of offense that is targeting your life. നിന്റെ പ്രൊഫഷണൽ ലൈഫിൽ, സ്പിരിച്വൽ ലൈഫിൽ, മിനിസ്ട്രി ലൈഫിൽ, നിന്റെ എഡ്യൂക്കേഷണൽ ലൈഫിൽ നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നിന്നെ ഓഫൻഡ് ചെയ്ത്, നിന്നെ മാനസികമായി മുറിപ്പെടുത്തുന്ന, നിന്നെ ഫിസിക്കലി വൂണ്ടഡാക്കുന്ന എല്ലാ സ്പിരിറ്റ് ഓഫ് ഒഫൻസിനെ യേശുവിന്റെ നാമത്തിൽ ജയിക്കുന്നു. അതുപോലെ അങ്ങനെ ആരെങ്കിലും ആ ടാർഗറ്റായി വ്യക്തിമായി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജയം പ്രാപിക്കണം. ഇത് ഈ അനുഭവത്തിൽ നീ കടന്നാൽ നിനക്ക് ഒരിക്കലും ഉയർച്ച കിട്ടുന്നില്ല. I refuse to be offended by anyone. ഞാൻ എടുക്കുന്ന ഒരു വാക്കാണ്, I refuse to be offended. എന്നെ ഒഫൻസീവായിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞാലും ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ ഒരു ദൈവം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. കാരണം അവൻ ആരോ ഓഫ് ഒഫൻസിനെ എൻ്റെ ദൈവം അതിനെ ഡീൽ ചെയ്യും, ഞാനല്ല. ഇതെൻ്റെ അർത്ഥാന്ന് പറഞ്ഞാൽ നമ്മളാ വലുത്. യേശു കുഞ്ഞേശു ആണെങ്കിൽ, ചിലരൊക്കെ ജീവിതത്തിൽ കുഞ്ഞേശു ഉണ്ട്, ചിരിയുള്ള യേശുവാണ്, ചിരിയുള്ള കുഞ്ഞേശു. യേശു വലുതാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ യേശു ആ വലിയവനെങ്കിൽ കർത്താവ് അതിനെ നേരിട്ടോളും. No one can offend Jesus. Come on. No one can offend Jesus. പറഞ്ഞാട്ടെ, no one can offend my God. Nothing, no situation can offend Jesus. Nothing, no weapons, no secret move of the enemy, no secrecies, no conspiracies of Satan can offend Jesus, my God. അതുകൊണ്ട് അതെന്നെയും ഒഫൻഡ് ചെയ്യത്തില്ല. പറഞ്ഞാട്ട് ഒരു മനുഷ്യന്റെ മൂർച്ചയേറിയ വാക്കുകളോ ഒരു ശാപങ്ങളോ എന്റെ ജന്മം തൊട്ട് ഞാൻ കേട്ട് പഴകിച്ച ശാപവാക്കുകൾക്ക് ഒന്നും എന്നെ ഒഫൻഡ് ചെയ്ത് മുറിവേൽപ്പിച്ച് എന്നെ കിടത്താൻ പറ്റുകയില്ല. I take victory in the mighty name of Jesus and I receive healing from every past offenses of my life. എൻ്റെ എല്ലാ പാസ്റ്റ് ഒഫൻസിൽ നിന്നും ഞാൻ വിടുതൽ പ്രാപിക്കുന്നു. അഭിഷേകം വേണോ, ശക്തി വേണോ, ജയം വേണോ, വളർച്ച വേണോ, മുന്നേറ്റം വേണോ? Come on, get away from every past offenses. Hallelujah. You are not supposed to be victimized again and again, fighting with the same Satan for last 15 years. കഴിഞ്ഞ 15-20 വർഷമായി അതേ ഒരേ പിശാചിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് come out from your past. Live in the present, looking for a bright future. ആമേൻ. ഒരു നല്ല ഫ്യൂച്ചർ നോക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും
നിനക്ക് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ നിന്റെ മേലുണ്ടെങ്കിൽ, ഒരു ഡെസ്റ്റിനി നിന്റെ മേലുണ്ടെങ്കിൽ, നിന്റെ ഡെസ്റ്റിനിയെ കില്ല് ചെയ്യുന്ന, ഡെസ്റ്റിനിയെ ഡിസ്ട്രാക്ട് ചെയ്ത് കളയുന്ന, കില്ല് ചെയ്യുന്ന ഒഫൻസീവ് വാക്കുകൾ സാത്താൻ എടുക്കും. നിന്റെ ഡെസ്റ്റിനിയെ തകർത്ത് കളയാൻ പിശാചിനെ അനുവദിക്കല്ലേ. ജോസഫിന് നല്ലൊരു പ്ലാൻ ദൈവം കൊടുത്തു. എന്നാൽ യോസഫിന് ദൈവം കൊടുത്ത ദർശനത്തെയും യോസഫിനെ നശിപ്പിക്കാൻ സ്വന്തം ബ്രദേഴ്സ് അവരുടെ ഹൃദയത്തിൽ പിശാച് അസൂയ കൊടുത്തു. അവനെ പൊട്ടക്കിണറ്റിലിട്ടു. But God delivered Joseph to be the prime minister of Egypt. Hallelujah. അവനെ തകർക്കുന്ന വില്ലാളികളൊക്കെ വന്നു. അവരുടെ വില്ലുകൾ അവനെ വിഷമിപ്പിച്ചു. പക്ഷെ ദൈവം അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒരു കാര്യം പറയാം, let no offensive weapons of the enemy, ഇതൊന്നും നിന്നെ ബോധർ ചെയ്യാതിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പാസ്റ്റ് ഒഫൻസീവ് വാക്കുകൾ, കൈപ്പേറിയ വാക്കുകളിൽ ഒഫൻഡഡ് ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിലെ come on, forgive, forget, get away from that. ഇന്ന് പകൽ നീ അതിന് ഫോർഗീവ്നെസ് ആവശ്യപ്പെടുമ്പോൾ നിന്റെ അകത്ത് അങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ആ അമ്പിനെ നിന്റെ കർത്താവ് എടുത്തു മാറ്റി നിന്റെ ഹൃദയത്തിന് സൗഖ്യം, മനസ്സിന് സൗഖ്യം, നിന്റെ സോളിന് സൗഖ്യം, നിന്റെ തോട്ടത്തിന് സൗഖ്യം തന്ന് ദൈവം നിന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഒരു സ്ട്രോങ് വ്യക്തിയാക്കി നിന്നെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചിലരാണെങ്കിൽ അതിലൊരു ഈച്ച പോയാൽ മതി, ഒരു പൂച്ച പോയാൽ മതി അവർ ഒഫൻഡഡ് ആകാൻ. ചില ആളുകൾ ചോദിച്ചു വാങ്ങും, എന്താ എന്നെ കുറിച്ച് പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞതെന്ന് അന്വേഷിക്കുക, റിസർച്ച്. Did they say something about us? Something about me? ഇല്ലെന്ന് പറഞ്ഞാൽ നോ എനിക്കറിയാം, എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഈ രോഗത്തിന്റെ പ്രത്യേകത. കാരണം എന്താ അറിയാം, പഴയ അമ്പുകളകത്തിരിക്കുക, ജയം പ്രാപിച്ചിട്ടില്ല. ആരെങ്കിലും ഫോൺ വിളിച്ചാൽ മതി, പെട്ടെന്ന് അങ്ങനെ പറയുന്നവരുടെ മൈൻഡിൽ എന്താ പറയുന്നത്, നെഗറ്റീവ് ചിന്തയാണ്. എന്നെ കുറിച്ച് തെറ്റായിട്ടാണോ പറഞ്ഞതെന്നുള്ളൊരു ചിന്തയാണ്. ദൈവമക്കളെ, നമുക്ക് ഈ അമ്പ് വേണ്ട, ആരോ ഒഫൻസ് വേണ്ട. സ്വാതന്ത്ര്യത്തിൽ, ജയത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, ഹീലിംഗിൽ ജീവിക്കാനാണ് യേശു നിനക്ക് വേണ്ടി രക്തം കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ബൈബിൾ സ്കൂളിൽ കർത്താവിന്റെ ദാസൻ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ 19ാമത്തെ വയസ്സിൽ ആ ദൈവദാസൻ എന്നെ ശുശ്രൂഷിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ വാക്ക് എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു. എന്നാൽ കർത്താവിന്റെ ദാസൻ അന്ന് ബൈബിൾ ക്ലാസ് നടക്കുമ്പോൾ വിരൽ ചൂണ്ടി എന്നെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് ഞാൻ വിടുതൽ പ്രാപിക്കുന്നത്. ഒരു പ്രാക്ക് വാക്ക്, ഒരു ശാപവാക്ക്, കുടുംബത്തിനകത്തെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്റെ മുഖത്ത് നോക്കി എന്നെ ശപിച്ച കേട്ടോ. ആ ശാപവാക്ക് ഒരു കൊച്ചു വ്യക്തിയായിരിക്കുന്ന, ഒരു ബാലനായിരിക്കുന്ന വ്യക്തിയായിരിക്കുന്ന എന്റെ ജീവിതത്തിൽ വലിയ വേദന ഉണ്ടാക്കി. അവന് മരിച്ചുപോയി, ശപിച്ചിട്ട് പുള്ളി സുഖമായിട്ട് പോയി, ശപിച്ചിട്ട് സുഖമായിട്ട് പോയി. മരിക്കുന്നതിന് മുമ്പ് പോലും മോനെ സോറി ഒന്നും പറഞ്ഞില്ല, പക്ഷെ എന്നെ അത് ഒരുപാട് ബാധിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. മർത്തോമക്കാരനായിരിക്കുന്ന ഞാൻ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടി. എൻ്റെ കർത്തദാസന്മാരുടെ മുമ്പിലൊക്കെ ദൈവത്തെ കാണുന്ന ഓരോ മുമ്പിൽ ഭക്തിയോട് ഞാൻ എഴുതുന്നു. ബൈബിൾ ക്ലാസ് ഇരിക്കുമ്പോഴും എനിക്ക് മാത്രം ഒരു തേങ്ങലുണ്ട്. സ്തോത്രം. എൻ്റെ മേലൊരു ശാപം കിടപ്പുണ്ട്. ആ ശാപത്തിൻ്റെ മുറിവ് വലുതാണ്. എൻ്റെ കൊച്ചു മനസ്സിൽ എനിക്ക് അത്രേ ചിന്തിക്കാനത് പറ്റുള്ളൂ. പക്ഷെ അന്ന് ആ ദൈവദാസൻ ശുശ്രൂഷിച്ച് ആ ശുശ്രൂഷയെ ഞാൻ പ്രാപിച്ച വിടുതൽ ഞാൻ ഓർക്കുന്നു. ആ കർത്തദാസൻ എന്നും ജീവിച്ചിരിപ്പുണ്ട്. ടെക്സസിൽ എൻ്റെ ആത്മീയ പിതാക്കന്മാരിൽ ഒരാളാണ് പാസ്റ്റർ ജോർജ് തോമസ്. അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടെ ഏൽപ്പിച്ചു കൊടുത്ത്, എന്നിലെ ആ ഭയത്തെയും മുറിവിനെയും ഏൽപ്പിച്ചു കൊടുത്ത്, സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഞാനൊരു കാര്യം പറയാം, അകത്ത് മുറിവ് കിടന്നാൽ നീ വിജയിക്കത്തില്ല. അകത്ത് ഈ അമ്പ് കിടന്നാൽ നീ ശോഭിക്കത്തില്ല. അകത്ത് ഈ മുറിവ് പിശാച് ഈ ഒഫൻസിനെ എന്തിനാ കൊണ്ടിരുന്നത്? നിന്നെ തകർക്കാനും നിന്നെ തളർത്താനും നിന്നെ ഡെസ്റ്റിനിയിൽ ഇളക്കാനാണ്. സോ നെവർ ലെറ്റ് anyone in your family be offended by any people. ഒരു വ്യക്തി പോലും. എന്തിനാ സാറ ഇസ്മായിലിനെ പുറത്താക്കി? എന്തിനാ ക്രൂരത കാണിച്ചേ? ഹാഗറിനെ ഇസ്മായിൽ എന്തിനാ പുറത്താക്കിയേ? ഇസ്മായിൽ ഇസ്ഹാക്കിനെ പരിഹസിക്കുന്നു എന്ന് കണ്ടപ്പോൾ, ഈ അന്തരീക്ഷത്തിൽ എൻ്റെ കുഞ്ഞു വളർന്നാൽ അവന്റെ ഭാവി അത് ബാധിക്കും. Never let any of your children, any of the family members, നിന്റെ കുടുംബത്തിലെ ആരും ഏതെങ്കിലും മനുഷ്യൻ തോന്നിയതുപോലെ സംസാരിക്കുന്ന വാക്കിന്റെ വ്യക്തിമായി മാറാൻ അനുവദിക്കണ്ടേ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വചനം ആവശ്യം, നിനക്ക് ആവശ്യം ദൈവത്തിന്റെ ജീവിക്കുക
വിശ്വസിക്കുന്ന വചനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നൊരു തീരുമാനമെടുക്കണം. ഈ ഭൂമിയിൽ പല നെഗറ്റീവ് വാക്കുകളുണ്ട്. ഒരു സാത്താന്റെയോ സാത്താനയക്കുന്ന ദൂതന്റെയോ ഒരു മനുഷ്യന്റെയോ വാവിഷ്ണം സംസാരിക്കുന്ന വ്യക്തിയുടെയോ കൈപ്പിന്റെ അസ്ത്രം വായിലെടുക്കുന്ന പിശാച് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെയോ വാക്കിന്റെ ഇരയാകാനുള്ളതല്ല എന്റെ ജീവിതം. യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. ഹല്ലേലൂയ. യേശുവിനെ വില കൊടുത്ത് വാങ്ങിയതാ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു നിർത്താം. മറ്റൊരു ആരോ പേഴ്സണലായി നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് പേഴ്സണൽ ലൈഫിൽ. ആദ്യം ഞാൻ പറഞ്ഞ ഡയറക്റ്റ് സേറ്റൻ അയക്കുന്ന ആരോസാണ്. അതിനകത്ത് വീണ്ടും നമ്പേഴ്സ് ഉണ്ട്, ടൈമില്ല പറയാൻ. 2 മനുഷ്യരിലൂടെ നമ്മളിലേക്ക് സാത്താൻ അയക്കുന്ന ആരോസ് ഉണ്ട്. ഇതിൽ പിന്നിൽ നിന്ന് ആക്രമിക്കും, മുന്നിൽ നിന്ന് ആക്രമിക്കും, ദൂരെ നിന്ന് ആക്രമിക്കും. നമ്മളെ ഇപ്പം കണ്ടിട്ട് ചിരിച്ചിട്ട് പോകും, അങ്ങോട്ട് മാറി ഇന്ന് എന്താ വയറ്റാന്ന് അറിയാം. ഹല്ലേലൂയ. 3 നമ്മുടെ മൈൻഡിൽ, നമ്മുടെ പൗലോസ് പറയുന്നുണ്ട് 2 Corinthians chapter 10 verse 4 പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, ദൈവസന്നിധിയിൽ കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ളവർ. അവയാ സകല സങ്കല്പങ്ങളും ഇമാജിനേഷൻ സകല സങ്കല്പങ്ങളും ദൈവത്തിന് വിരുദ്ധമായി ഉയർന്നു വരുന്ന സകല ഉയർച്ചകളും. ഹല്ലേലൂയ. സകല ചിന്തകളും അലഞ്ഞു നടക്കുന്ന ചിന്തകളെ ഞങ്ങൾ ക്രിസ്തുയേശുവിൽ പിടിച്ചടക്കിയെന്ന് പറയുന്നു. ഹൗ Satan works in someone's life. ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. ഞാൻ കഴിഞ്ഞ സൺഡേയിൽ പറഞ്ഞു, ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. സാത്താൻ ഇങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ആദ്യം he will bring a thought into your mind. He will bring a thought. നിന്റെ മനസ്സിൽ ആദ്യം ഒരു ചിന്ത കൊണ്ടുവരും, നെഗറ്റീവ് ചിന്ത. That thought comes through imagination, maybe comes through certain scenes, certain things you have seen or heard. ഒരു മനസ്സിൽ എങ്ങനെയെങ്കിലും ഒരു തോട്ട് വരും. ആ തോട്ടിന് പവർ ഉണ്ട് രൂപം എടുക്കാൻ. ആ തോട്ട് വിൽ ബിൽഡ് അപ്പ് ഇമാജിനേഷൻസ് ഇൻ യുവർ മൈൻഡ്, ബിൽഡ് അപ്പ് ഫോർട്രസസ് ഇൻ യുവർ മൈൻഡ്. നിന്റെ മനസ്സിൽ ഒരു തോട്ട് കൊണ്ടുവരും, നെഗറ്റീവ് തോട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ തോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ കഴിഞ്ഞ 2 ആഴ്ചയിലെല്ലാം ഭയങ്കര ഒരു വലിയ വോറിൽ നിൽക്കുകയാണ്. One after another, every hours, every time, unusually, മറ്റ് സമയത്തൊന്നും ഇല്ലാത്ത പോലെ one after another പിശാച് തോട്ട് കൊണ്ടുവന്നു. Thought about actions, thought about something happens. So every time ഞാൻ എത്ര തിരക്കാണെങ്കിലും same time I took time to rebuke and renounce that same spirit. ഞാൻ കഴിഞ്ഞ സൺഡേ അത് പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. തോട്ട് കൊണ്ടുവന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നത്, എന്തോ ദുരന്തങ്ങൾ, എന്തോ അപകടങ്ങൾ, എന്തോ അനർത്ഥങ്ങൾ. അത് ആ തോട്ട് വരുമ്പം തന്നെ I know that. ആ തോട്ട് വരുമ്പം തന്നെ കർത്താവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കാൻ. Enemy can bring a thought, negative thought. It can be thought of any negative things. Same time, as a child of the Most High God, you have been given power and authority in the name of Jesus to rebuke and stop, cancel, bind, renounce. ദൈവം നിനക്ക് ആ പവർ തന്നിരിക്കുക. 2, ഈ തോട്ട് നീ എന്റർടൈൻ ചെയ്താൽ, ഈ തോട്ട് നീ കൈകാര്യം ചെയ്യാതിരുന്നാൽ, തോട്ട് വിൽ ബ്രിങ് എ ഡിസയർ ഇൻ യുവർ ലൈഫ്. ചിന്ത ആഗ്രഹങ്ങൾ കൊണ്ടുവരും. എ ഡിസയർ ടു ഡു സം ആക്ഷൻസ്, എ ഡിസയർ ഫോർ യു ടു റെസ്പോണ്ട്. എ ഡിസയർ കൊണ്ടുവരും. ആ ഡിസയറിൽ നീ മിണ്ടാതിരുന്നാൽ, that thing you will use your own will, നമ്മുടെ സ്വന്തം വിൽ പവർ to sin, to do the sin or do that action with your own permission. നിന്റെ സ്വന്തം പെർമിഷനോടുകൂടെ നീ ആ തെറ്റ് ചെയ്യാൻ ആ ഡിസയർ നിന്നെ അനുവദിക്കും. And then you will suffer the consequence of that thing. ഇതാണ് സാത്താന്റെ ഒരു വലിയ പേഴ്സണൽ ലൈഫിലുള്ള ഒരു വലിയ വഞ്ചന. മക്കളെ, ഞാനിതെല്ലാം പറഞ്ഞത് കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. എല്ലാറ്റിനും മീതെ ഈ സർവ്വായുധങ്ങളെല്ലാം പറയുമ്പോൾ, പിശാചിന്റെ വാറുകളെ കുറിച്ചെല്ലാം പറയുമ്പോൾ, എല്ലാറ്റിനും ഉപരിയായി സാത്താന്റെ സകല തീയമ്പുകളെ തടുക്കാൻ തക്കവണ്ണം, കെടുക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയ.
The shield of faith. Who is the shield of your faith? God Himself is my shield of faith. He will fight for me. He will fight my battle. എന്നെ ആര് നിന്ദിച്ചാലും പരിഹസിച്ചാലും എന്നെ ആര് ഉപദ്രവിക്കാൻ വന്നാലും I won't go for a fight. But I believe my shield, my God will fight for me. സ്തോത്രം. ഇന്നോട്ട് തീരുമാനമെടുത്തേ. ഞാൻ ഇവിടെ പ്രസംഗം നിർത്താൻ പോവാം. ഇന്നോട്ട് തീരുമാനമെടുത്തേ. കർത്താവേ, ആരെന്നെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ, ആരെന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ I will never be victimized by that. ഞാൻ അതിന്റെ വ്യക്തിമായി മാറാൻ എന്നെ അനുവദിക്കത്തില്ല. ആൾക്കാരെന്നെ കുറിച്ച് പറയാം, എനിക്കെതിരെ സംസാരിക്കാം, എന്നെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കാം. എന്റെ നല്ല ടൈമിനെയോ എന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന എന്റെ ഹെൽത്ത്, എന്റെ പീസ് കളയുന്ന ഒന്നിനും ഞാൻ അനുവദിക്കത്തില്ല. I take a decision today. Lord, make me strong enough. Whatever anyone may talk against me, maybe try to attack me, എന്നെ മുമ്പിലുള്ളാക്കാൻ ശ്രമിക്കാം. But still I will face it all with a smile because I know who will fight my battle. ഞാൻ ഇതെല്ലാം ഒരു ചിരിയോടെ എതിർക്കും, ചിരിയോടെ നേരിടും. കാരണം എനിക്കറിയാം എന്റെ യുദ്ധമാരാ ചെയ്യുന്നത്. Can you humble yourself at the right hand of God? Can you just give yourself to Jesus? I believe ചർച്ചിനകത്ത് നമുക്ക് ഒരുപാട് ടീച്ചിങ്സ് ആണ്. We need a strong life to live a victorious life. നിന്റെ കൈ തളരാൻ, നിന്റെ മനസ്സ് തളരാൻ, നിന്റെ ഇമോഷൻസ്, നിന്റെ ലൈഫ് തളർന്നു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അവിടെ ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളും, എല്ലാ പിശാചിന്റെ ആയുധങ്ങളെയും ക്യാൻസൽ ചെയ്യട്ടെ ദൈവം. നിനക്കെതിരെ തൊടുത്തുവിടുന്ന എല്ലാ ആയുധങ്ങളും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. അവന്റെ സങ്കേതവും അവൻ